അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയുടെ ഒരു അനുഭവമാണ്. അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു മാറ്റം. അവൾ ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട്, ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് അവളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. കാരണം ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വെറും 3 ദിവസം മാത്രം അവൾ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ടുള്ളൂ. കാരണം ഉപേക്ഷിച്ചു പോയ ഭർത്താവ് തിരികെ വന്നു. സ്വന്തം മക്കളെ നോക്കാൻ വരെ തിരികെ വന്നു. കാര്യം എന്താന്ന് വെച്ചാൽ, ഇവളുടെ ഭർത്താവും 3 മക്കളും ഇവള് നല്ല സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ ഭർത്താവിന് ഒരു അവിഹിത ബന്ധം ഉണ്ടാവുകയും ഇവരെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത്. അങ്ങനെ പോയിട്ട് ഇപ്പോൾ 10 വർഷമാകുന്നു. അങ്ങനെ ഇവളുടെ വീട്ടിലാണ് താമസം. മക്കളെയും കൊണ്ട് ഇവളുടെ വീട്ടിലാണ് താമസം. പക്ഷെ അവിടെ ആങ്ങളെയും നാത്തൂനും താമസവും ഉണ്ട്. അവരുമായി ചെറിയ പ്രശ്നങ്ങള്, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങള് അങ്ങനെ അങ്ങനെ വലിയ മുതിർന്നവരിലേക്ക് എത്തി. അങ്ങനെ ഇവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാവുന്നത് പോലെ തോന്നി അവിടെ നിൽക്കുന്നത്. അവരുടെ വാപ്പാക്കും ഉമ്മാക്കും എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ തോന്നി. അങ്ങനെ അവള് കുട്ടികളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറി. കാരണം അവളുടെ കയ്യിൽ പൈസ ഉണ്ട്. അതിനുള്ള കാരണം അവൾ നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. എല്ലാ ടൈപ്പ് തുണികളും സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഇപ്പോൾ അവളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ചിലവുകൾ നോക്കിക്കൊണ്ടിരുന്നത് അവളായിരുന്നു. എന്നെങ്കിൽ പോലും അവളൊരു ബാധ്യതയായി തുടങ്ങി. സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും അവളൊരു ബാധ്യതയായി തുടങ്ങി. അങ്ങനെ അവൾ തൻ്റെ മക്കളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ വാടകയൊക്കെ മാസാമാസം കറക്റ്റായിട്ട് കൊടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ ബാപ്പായുടെ ചേട്ടന്മാര് അനിയന്മാര് എല്ലാവരും കൂടി ചേർന്ന് അവൾക്കൊരു 4.5 സെന്റ് വസ്തു എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ആ വസ്തുവിൽ അവൾ ഒരു വീട് വെച്ചു. അവളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, കുറച്ച് സ്വർണവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചൊരു വീട് വെച്ചു. എന്ന് വെച്ചാൽ നല്ല നല്ല വലിയൊരു വീടാണ് വെച്ചിരുന്നത്. കാരണം കാരണം ആ വീട് കണ്ടിട്ട് അവളുടെ നാട്ടുകാരെല്ലാം വഴക്ക് പറഞ്ഞു. കാരണം നിന്നെ കൊണ്ട് ആവുന്നത് വെച്ചാൽ പോരെ, ഒരു വലിയ വീട് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയാൻ തുടങ്ങി. കാരണം അവൾ ഉദ്ദേശിച്ചത് അവളുടെ മക്കൾക്ക് നല്ലൊരു വീട്, ബാക്കിയുള്ളവരുടെ കണ്ട് മക്കൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അവൾ നല്ലൊരു വീട് വെച്ചു. ഇപ്പം സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അവൾക്കൊരു 4 ലക്ഷം രൂപ കടം വന്നു. ആരും സഹായിക്കാനില്ല, ആരുടെ മുന്നിലും കൈ നീട്ടാനുമില്ല. അങ്ങനെ ഒരു 2, 3, 4, 5 വർഷം കഴിഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് വന്നു. വീട് വിൽക്കണം, അല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് അവളുടെ മുന്നിൽ വന്നു. കാരണം അവളെ സഹായിക്കാൻ ആരുമില്ല. ജപ്തിയുടെ വക്കിലെത്തി. ഇനി ആരെന്ത് ചെയ്യാനും. ഭർത്താവാണെങ്കിലോ വേറെ മക്കളും ഭാര്യയുമായിട്ട് വേറെ എവിടെയാണെന്ന് പോലും അറിയില്ല. കാരണം അയാൾക്കാണെങ്കിൽ നല്ല പൈസ ഉള്ള കൂട്ടത്തിലാണ്. നല്ല നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു ഇവരിവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട്, എന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ അവളെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അവളെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ റബ്ബല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ അവൾക്ക് വന്നു. അന്നേരം അവള് പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു, കൂടുതൽ അടുത്തു. അങ്ങനെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇവൾ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് ദുആ ചെയ്തു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആ സ്വലാത്ത് ചൊല്ലി. അവൾ ഒരു ദിവസം രാവിലെ ചെല്ലുന്ന സ്വലാത്ത് കിടക്കുന്നിടം വരെ, അവൾക്ക് സമയം കിട്ടുന്നിടം വരെ അവൾ ചൊല്ലിയിരുന്നു. ആരും ശല്യം ചെയ്യാനില്ലാത്തൊരു സ്ഥലത്തിരുന്ന്, ആരും ശല്യം ചെയ്യാൻ ആരോടും മിണ്ടാതെ ആ ഒറ്റയ്ക്കിരുന്ന് ഒരു സൈഡിലിരുന്ന് അവൾ ഇത് ഓതാൻ തുടങ്ങി. അങ്ങനെ അവളിത് 3 ദിവസം തുടർച്ചയായി, അങ്ങനെ ആരോടും മിണ്ടാതെ തുടർച്ചയായി ഇത് കൊണ്ടിരുന്നു. അല്ലാഹു തആല എനിക്ക് ഹൈറായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ എന്നും പറഞ്ഞിട്ടാണ് അവൾ ഈ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയത്. അങ്ങനെ അവൾ ചൊല്ലി 3-ാമത്തെ ദിവസമായപ്പോൾ അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ആരാണെന്ന് നോക്കാൻ വേണ്ടി അവൾ വെളിയിലേക്ക് ഇറങ്ങി. നോക്കിയപ്പോൾ അവളെ ഉപേക്ഷിച്ച് പോയ ഭർത്താവാണ് അവളുടെ ഭർത്താവാണ് അവിടെ വന്നിരിക്കുന്നത്. അവള് വെച്ച് എന്താ ഇപ്പം അവള് ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇയാള് വന്നിരിക്കുന്നതിന്റെ കാരണം തോന്നി. കാരണം 10-12 വർഷമായി എന്നെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇപ്പൊ ഇങ്ങേര് വരണമെങ്കിൽ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വെറുപ്പ് വെച്ചിട്ടോ എന്നെ മക്കളെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് പേടിച്ച് അവള് കതക് തുറന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നെന്ന് ചോദിച്ചു. അന്നേരം അയാൾ കുറെ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എനിക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്റെ മനസ്സിൽ അന്നേരം തോന്നിയ എന്തോ ഒരു ബുദ്ധിമോശം, എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ അത്രയും വർഷവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്തോ നിങ്ങള് മക്കളെയും കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ചോദിച്ചു, നല്ല വീടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നീ ഇതെങ്ങനെ വെച്ചു, നിനക്കിനി എന്തെങ്കിലും കടബാധ്യതകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ അവൾക്ക് കാരണം
പടച്ചവനോട് ദുആ ചെയ്തു. ഇങ്ങനൊരു മാർഗം കിട്ടുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എന്തിനെങ്കിലും എന്റെ കടമൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള പടച്ചവനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല അവളുടെ മുന്നിലേക്ക് കൊടുത്ത ഒരു മാർഗമാണ് ഇത്. അങ്ങനെ അയാളോട് പറഞ്ഞു, എനിക്ക് 1 ലക്ഷം രൂപയുടെ കടമുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്ന ബാങ്കിൽ ഞാൻ പൈസ ഇട്ടാ കൊടുക്കാം, ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുക്കാം, ബാക്കി പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞു. അയാൾ ഇത്രയും മാസത്തെ ലീവ് വാങ്ങിച്ചു. അങ്ങനെ അയാൾ അന്നത്തെ ദിവസം മക്കളെ കണ്ട് നല്ല അസന്തോഷമായിട്ട് അയാൾ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഒരു ഫോൺ കോൾ വന്നിട്ട് പറയുന്നു, നീ അവിടെ ഏത് ബാങ്കിലാണ് ലോൺ എടുത്തിരിക്കുന്നത് ആ ബാങ്കിലേക്ക് ഒന്ന് വരണം എന്നും പറഞ്ഞ് അവളുടെ ഭർത്താവ് വിളിക്കുകയാണ്. അങ്ങനെ അവൾ അവിടേക്ക് ചെല്ലുന്നു. ഭർത്താവ് പൈസ അടയ്ച്ചു. അങ്ങനെ സന്തോഷമായിട്ട് അവരിങ്ങോട്ട് ഇറങ്ങുമ്പോൾ അയാൾ പറയുന്നു, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ, അവർ നേരത്തെ ഡിവോഴ്സ് എന്നുള്ള ഒരു നിയമത്തിൽ പോയിട്ടില്ല, ത്വലാഖ് ചെല്ലിയിട്ടില്ല അവള്. അങ്ങനെ അയാൾ ചോദിക്കുകയാണ്, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെയും കുട്ടികളെയും വീണ്ടും നോക്കാം, പഴയതുപോലത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. പക്ഷേ എനിക്ക് എന്റെ മറ്റേ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവരും നിന്നെ പോലെ തന്നെ എന്നെ വിശ്വസിച്ച് വന്നവരാണ്. അങ്ങനെ ഒത്തൊരുമിച്ച് പോകാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിന്നെയും ഭാര്യയും നിന്നെയും മക്കളെയും ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ അയാൾ പറയുകയാണ്. നീ ഇനിയും തുണികളൊന്നും തയ്ക്കാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. കാരണം അവൾക്ക് അങ്ങനെ തയ്ച്ച് നെഞ്ചിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ശ്വാസമുട്ടലുണ്ടായി. അതുകൊണ്ട് അവൾ പറഞ്ഞ്, നീ ഇനി തുണി തയ്ക്കാൻ ഒന്നും നീ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അയാൾ പറഞ്ഞു. നിനക്ക് മനസ്സിൽ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വീണ്ടും നിന്റെ ഭർത്താവാകാം എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അവൾ ചിന്തിച്ചപ്പോൾ അവളുടെ മക്കൾക്ക് ഒരു വാപ്പ എന്നുള്ള ഒരു സ്ഥാനത്തേക്കോ മക്കളുടെ വാപ്പ വന്നാൽ എന്താ എന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവളുടെ സമ്മതത്തോടു കൂടി അവര് ഇപ്പൊ സന്തോഷകരമായി ജീവിക്കുന്നു. കാരണം ഈ സ്വലാത്തിന്റെ ബർക്കത്ത് അത്രയ്ക്കുണ്ട്. നമ്മൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു അത് അതുപോലെ നടക്കും. നമ്മൾ ഈ സ്വലാത്ത് തുടർച്ചയായി പാടിയാൽ മതി. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ സ്വലാത്ത് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അന്നേരമെല്ലാം നമ്മൾ ഈ സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലുക, പതിവാക്കുക. കാരണം അത്രയ്ക്ക് മഹത്വങ്ങളാണ്. കാരണം ഒരു വഴിയുമില്ല മുന്നിൽ എന്നിട്ട് പഠിച്ചവൻ അത്ഭുതകരമായി കൊടുത്ത ഒരു മാർഗത്തിലൂടെയാണ് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കുക. കാരണം എപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക, പടച്ചവൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.